ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യമായിട്ടാണ് വന്നേക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു പ്ലേറ്റിൽ നല്ല ചൂടുള്ള കപ്പ ഇട്ടിട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ ചെറിയൊരു കുഴി ഉണ്ടാക്കി നല്ല മുളകിട്ട മീൻകറി അങ്ങോട്ട് ഒഴിച്ച് അതിൻ്റെ ഒരു ഭാഗം എടുത്ത് രണ്ടും കൂടെ കുഴച്ച് കഴിക്കണ സമയത്തുള്ളൊരു, ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്കാണെങ്കിൽ വായിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക, എനിക്ക് ഫിനിഷ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത്ര ടേസ്റ്റ് ആണെന്ന് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അപ്പവും സ്റ്റൂ ആണെങ്കിലും എല്ലാം ഭയങ്കര രുചികരമായി എൻജോയ് ചെയ്ത് കഴിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? ഇതൊക്കെ എന്തിനാ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സൂര്യ കോമഡി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഷോ ആയിട്ട് ഈ ഭക്ഷണ പലഹാരങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ നോക്കുവാണ്. നമ്മുടെ പുതിയ ഷോ ആയിട്ടുള്ള കുക്കോ കുക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ കോട്ടയം മുട്ടുചിറയിലെ ഷെഫ് നളന്റെ റെസ്റ്റോറൻറ്റിലാണ്. ഉള്ളിലാണെങ്കിൽ കലവറയെല്ലാം ഫുൾ സെറ്റാക്കി നമ്മുടെ പാചക രഹസ്യങ്ങളും പാചക കൂട്ടുകളും എന്താണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. ഉള്ളിൽ എന്തൊക്കെയോ സർപ്രൈസ് വെയിറ്റിംഗ് ആണെന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതറിയാൻ റെഡിയാണോ? അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയാലോ? കമോൺ. അങ്ങനെ നമ്മൾ നമ്മുടെ കലവറയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ 2 അടുപ്പുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും 2 രീതിയിലാണ് വെച്ചേക്കുന്നത്. ഇവിടെ നിങ്ങളിത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 2 വാഴക്കൂമ്പും വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് തോന്നാം ഇതെന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കുക്കറി ഷോ ആണ്, നോർമൽ ആയിട്ടുള്ള ഒരു കുക്കറി പരിപാടിയല്ല. അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കാദ്യം നമ്മുടെ ഷെഫിനെ വിളിച്ചാലോ? അപ്പോൾ ഷെഫിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം സോഷ്യൽ മീഡിയ സെൻസേഷൻ ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഫുഡ് നമ്മളിലേക്ക് എത്തുന്ന, എന്നാൽ പാചകം മാത്രമാണെന്ന് ചോദിച്ചാൽ പാചകം മാത്രമൊന്നുമല്ല, നല്ലപോലെ വാചകമുള്ള നമ്മുടെ സ്വന്തം ഷെഫ് നളനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്താലോ? അപ്പോൾ ലെറ്റ്സ് വെൽക്കം ഷെഫ് നളൻ. വെൽക്കം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു തോന്നുന്നു. അടിപൊളി, സൂപ്പർ. കഴിക്കുക കഴിപ്പിക്കുക. അതെ, അതാണ് നമ്മുടെ മോട്ടോ, അല്ലെ? കഴിക്കുക കഴിപ്പിക്കുക. അപ്പൊ ഷെഫ് കൊല്ലത്ത് നിന്നാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഈ കോട്ടയത്തിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ? ഒരു പ്രവാചകനെയും സ്വന്തം നാട്ടിൽ വാഴ്ത്തിപ്പാടില്ലാണ്. അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പിടിച്ചതാണ്. ഇവിടെ വാഴ്ത്തിപ്പാടുന്നുണ്ട്. അതിപ്പം വേറെ സ്ഥലത്ത് നമുക്ക് വാഴ്ത്തിപ്പാടാം, കുഴപ്പമില്ല. അപ്പം ഈ കുക്കിംഗ് എന്ന് പറയുമ്പം നമ്മളിപ്പം കുക്കിങ്ങും കോമഡിയും ആയിട്ട് നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റുമായിരിക്കും? അതിനെ പറ്റിയിട്ട് എന്താണ് ഷെഫിന്റെ ഒരു? കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ എന്റർടൈൻമെന്റ് ആണ്. കാരണം റിലാക്സ് ചെയ്യാനാണ് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന വേറൊരു എക്സസൈസ് ഇല്ല. അത് മാത്രമല്ല, ഇതിന്റെ റിസൾട്ടില് നമ്മൾ ട്രീറ്റ് ചെയ്യാം, അല്ലേ? വേറെ എന്ത് പണിയെടുത്താലും ആ പൈസ കൊണ്ടുവന്ന് പിന്നെ ആഹാരം വാങ്ങിച്ചു കഴിക്കണം. ഇതങ്ങനല്ല, നമ്മളുടെ പണിയുടെ റിസൾട്ട് നമ്മളങ്ങ് എൻജോയ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഞാൻ വന്നപ്പോ കലവറ ഫുൾ റെഡി ആയിട്ട് നോക്കുമ്പോ 2 അടുപ്പുണ്ട്. അപ്പം ഷെഫിന് എന്തായാലും ഇവിടുന്ന് അടുപ്പ് വന്നിട്ട് ഇങ്ങോട്ടേക്ക് മാറി അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ. അപ്പൊ വേറെ എന്തോ ഒരു പരിപാടിയുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും സംഭവം? നമുക്ക് എപ്പോഴും ഒരു കമ്പാനിയൻ, അതായത് ഈ കുക്കിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു കമ്പനി ഉണ്ടെങ്കിൽ ഭയങ്കര എന്റർടൈനിങ് ആയിരിക്കും, അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കുക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആർക്കും കൊടുക്കണ്ടല്ലോ. അതെ, നമ്മളൊരു താരത്തിനെ കൊണ്ടുവന്ന് നമ്മളുടെ ഈ പറയുന്ന താരമൂല്യമുള്ള ഈ ഡിഷിനെ ഒരു താരത്തിനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അതിനൊരു സ്പെഷ്യൽ, അല്ലേ? ഈ പറഞ്ഞ എന്റെ കൂടെ വന്നിരിക്കുന്നത് അവരുടെ ഇൻഡസ്ട്രിയിലെ ഒരു സൂപ്പർ സ്റ്റാറാ. അതെ, നമ്മൾ ഇത്രയും ഹൈപ്പ് ഒക്കെ കൊടുത്ത് എനിക്കിപ്പോ മനസ്സിലായി എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ വിളിച്ചാലോ, നമ്മുടെ ഗസ്റ്റിനെ കമ്പാനിനെ വിളിച്ച് അങ്ങോട്ട് തുടങ്ങിയാലോ പരിപാടികളൊക്കെ? അതെ, ഒരു പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് അങ്ങോട്ട് സെറ്റ് ആക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര പരിചിതമായിട്ടുള്ള, നമ്മളെ തമാശകളിലൂടെ ഒത്തിരി അധികം ചിരിപ്പിക്കുകയും അതേസമയം തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം സാജു കൊടിയൻ ചേട്ടനാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. അപ്പൊ ലെറ്റ്സ് വെൽക്കം സാജു കൊടിയൻ ചേട്ടൻ. നമസ്കാരം. ഒന്ന് കണ്ടോട്ടെ. കുറെ നാളായി ചെറുപ്പം മുതല് കാണണം. അതെ, ദമയന്തി എന്ത് ചെയ്യുന്നു? അടുത്ത കാലത്ത് കൊച്ചിയിലുണ്ടെന്നായിരിക്കും. അതെ, ഞാൻ ഈ ചെറുപ്പത്തിൽ ഈ നളദമയന്തിന്ന് പഠിച്ചപ്പോ മുതലേ കാണണമെന്ന് ആഗ്രഹിച്ചൊരു പുനർജന്മമാണ്. അതെ, ഇതെന്താണ് സെറ്റപ്പ് ഇവിടെ? ഭയങ്കര ഇതെന്താണ്? ഇതാ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. താങ്കൾക്ക് എന്തെങ്കിലും തന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ ഈ കുട്ടി വാങ്ങിച്ചോണ്ടോ? ഞാൻ പറഞ്ഞു, മോളെ വരുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു ഫ്ലവർ വാങ്ങിച്ചോണ്ടോ. ആദ്യമായിട്ടാണ് കായപ്പൂ കിട്ടുന്നത്. ഇങ്ങനെ ഈ ഒരു സ്വീകരണം വളരെ അപൂർവമാണ്. നിനക്കാണ് എന്റെ കയ്യടി.
ഇന്നലെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു പരസ്യം വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുക 100 വർഷമായി കാണുന്നു ഇതുവരെ ചത്തില്ലേന്ന്. സാജേട്ടൻ ശരിക്കും കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് എൻജോയ് ചെയ്യാറുണ്ടോ ഇങ്ങനെ? പിന്നെ കമൻസിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു താത്തയുടെ പിറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻസ് വരും, നിനക്ക് വല്ല വാർക്കപ്പണിക്കും പോയിക്കൂടെ. സാജേട്ടാ, നമുക്ക് സാജേട്ടന്റെ തമാശകളും കാര്യങ്ങളും ആമിത്താത്തനൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷേ സാജേട്ടന്റെ കുക്കിംഗ് വേർഷൻ എങ്ങനെയാണ്, കുക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ എങ്ങനെയാണ് അല്ലേ? അത് താത്തയുടെ സ്റ്റൈലിൽ കേട്ടാലോ? അതെ, താത്ത സ്റ്റൈൽ. ഞാനത് പറയാൻ വരുമായിരുന്നു. മക്കളെ, ഞാൻ ഈ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ. വീട്ടില് ബൈക്ക് ഉണ്ടാക്കാനല്ലാതെ വേറൊരു സാധനം എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. പിന്നെ നളം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തും ഉണ്ടാക്കും. അതാണ് വഴക്കുണ്ടാക്കണം നമുക്ക്. അത് നമുക്ക് വഴക്കുണ്ടാക്കുന്നല്ലേ നമ്മുടെ നിങ്ങൾ ആങ്കറാണോ അതെ ബൈക്കുണ്ടാക്കാൻ വന്നേക്കുന്ന ആളാണ്? അല്ല, എന്റെ സ്റ്റാൻഡിങ് ഇവിടെയാണ്. അല്ല, സാജേട്ടൻ ഈ സൈഡില്, സാജേട്ടൻ ഇങ്ങോട്ട് എന്നെ പൊക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. അപ്പൊ റെഡി? തുടങ്ങിയാലോ? ആയിക്കോട്ടെ. ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ തുടങ്ങുവാണ്. അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ എന്താണ് ഷെഫ് ആദ്യത്തെ തന്നെ പരിപാടി? എന്താണെന്നൊന്ന് ഗസ് ചെയ്യാമോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി. കറക്റ്റ്? എന്ത് ബിരിയാണി? എന്ത് ബിരിയാണിയാന്ന് ചോദിച്ചാ വാഴക്കൂമ്പ് ഫിഷ് ബിരിയാണി. അടിപൊളി. ഇംഗ്ലീഷിൽ ഒരു പേരുണ്ട്, എന്താണ് അത് പറയാം. അത് നമുക്ക് നേരിട്ട് ഇട്ടൂടെ? ബനാന ഫ്ലവർ ബിരിയാണി. നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിഷിന്റെ പേര് എന്താണ്? ഒരിക്കൽ കൂടെ പറയൂ. ബനാന ബ്ലോസം പ്രോൺസ് ബിരിയാണി. പാചകത്തിൽ താല്പര്യമുണ്ടോ? പാചകത്തിൽ താല്പര്യമുണ്ട്. ഈ അടുത്ത കാലത്ത് പാചകം ചെയ്തൊരു അവസ്ഥ? അടുത്ത കാലത്ത് പാചകം ചെയ്ത് വീട്ടിൽ ഞാൻ ഒരു ഇതുണ്ടാക്കി, ഡിഷ് ഉണ്ടാക്കി. എന്ത് ഡിഷ് ആയിരുന്നു അത്? ഈ പ്രോൺസ് വെച്ചിട്ടുള്ള ഡിഷ്. എന്തായിരുന്നു ഡിഷ്? പ്രോൺസ് മസാല ഫ്രൈ. അതെങ്ങനെ ഉണ്ടാക്കിയത്? ആരാ കഴിച്ചത്? അത് കഴിച്ചത് ഞാൻ തന്നെ കഴിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു പുള്ളി ജീവനോടുണ്ട്. അത് സത്യമായ ഒരു കാര്യം. പ്രശ്നമില്ല. പക്ഷെ ഞാനത് വേവിക്കാൻ മറന്നുപോയി. അതെല്ലാം വെച്ചിട്ട് അതാണോ ഞാൻ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞത്? അതെ. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഇത് എന്താണ് ഷെഫ്? ഇതിനാ പറയുന്നത് നൈഫ് കിറ്റ്. നൈഫ് കിറ്റ്. അതെ. അപ്പൊ നമുക്ക് വാഴക്കൂമ്പ് കട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പൊ ചെയ്തത് അല്ലേ? വാഴക്കൂമ്പ് ഞാൻ എടുക്കുക, ഈ പൂ അങ്ങോട്ട് കളയാ, ഇതിന്റെ കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുരുകുരാന്ന് കണ്ടിക്കാം. ഒന്നും കുരുവരാന്ന് കട്ടിയൊന്നുമല്ല, പറയുന്ന ചെയ്താൽ മതി കേട്ടോ. പടപടേന്നാവണം. പ്രൊഫഷണൽ ആയിക്കോട്ടെ. ആയിട്ട് നമുക്ക് ഇച്ചിരി സമയം തരണം. പട 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 എന്റെ പുതു തോപാച്ചോ വളരെ ഉപകാരപ്പെടും. ഓക്കെ, തീ കത്തി തന്നോളൂ. ഈ വാഴപ്പൂവിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്കിൻ ഡിസീസിനും സ്റ്റൊമക് എലിമെന്റ്സിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ വെറുതെ കളയണ്ട, ചുമ്മാ ഇങ്ങനെ തട്ടുക. ഇതെല്ലാം ചെയ്യണം. ആ തണ്ട് കാണരുത്, തണ്ട് കഴിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പം ഇതിനകത്തേക്ക് നമ്മൾ ഇതിന്റെ തണ്ടല്ലേ, വാഴത്തണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. വാഴത്തണ്ടോ? വാഴത്തണ്ടല്ലേ, വാഴപ്പൂ കുട്ടി, വാഴപ്പൂ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഹലോ, കത്തി പിടിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതാ കൈയിന്റെ എക്സ്റ്റൻഷൻ പോലെ ഇരിക്കണ നൈഫ്. നമ്മൾ ഇങ്ങനല്ല കത്തി പിടിക്കുന്നത് കേട്ടോ. ഞാൻ ക്രിക്കറ്റ് കളിക്കല്ല വന്നേക്കണത്, കുക്കിങ്ങിനല്ലേ. അതുകൊണ്ടാ പറഞ്ഞ കത്തി പ്രോപ്പറായിട്ട് പിടിക്കുക. ഞാൻ 24 വർഷമായി കത്തി ഇങ്ങനെ പിടിക്കാറുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. ആ കത്തിയല്ല, അത് സ്റ്റേജിലെ, ഇത് അടുക്കളയല്ലേ. പിടിച്ചോ, ഇങ്ങനെ കണ്ടോ. നമ്മുടെ സ്വന്തം വാഴക്കൂമ്പ് പ്രോൺസ് ബിരിയാണി ഇൻ ആർ യൂട്ടൻസിൽ കുക്ക്വെയർ. വളരെ ഈസി പീസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇനി അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഷെഫ് നളന്റെ റെസിപ്പി ഷെഫ് നളന്റെ റെസിപ്പി വെച്ചിട്ട് നമ്മൾ ഈസി പീസി ആയിട്ട് കുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കാൻ പോകുന്നത് ഇതോ? ഇതന്നെ കഴിഞ്ഞ പ്രാവശ്യം താങ്കൾ കുക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ സാധനല്ലേ? അതെ, നമ്മുടെ സ്വന്തം കൊഞ്ച്. അതെ. കൈവച്ച് നീക്കുക, ഉടഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വെള്ളമാവും. ചെയ്യുന്ന രീതികൾ കുട്ടിയെ നിർത്തി പറഞ്ഞു കൊടുക്കുക. നല്ലല്ലേ ഭാവം വരൂ. പണി തുടങ്ങി. ഇത് നമ്മൾ ആദ്യം ഇത് പതുക്കെ ചെയ്യാൻ പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഓക്കെ, നമ്മള് ഗാർലിക് പേസ്റ്റ് ഇട്ടു. പിന്നെ ഇവിടുന്ന് എന്തോ ഒരു സാധനം എടുത്ത് ഇങ്ങോട്ട് ഇടുന്നു. ജിഞ്ചർ എടുത്തിട്ടു. പിന്നെ നമ്മള് ഈ ഷെഫിന്റെ തന്നെ ഒരു കുറെ പൊടി, ഒരു മസാലപ്പൊടി. അതെന്ത് മസാലപ്പൊടിയാണെന്ന് പറഞ്ഞു? പ്രോൺസ് മസാലപ്പൊടി.
പ്രോൺസ് മസാലപ്പൊടി ഇട്ടു. പിന്നെ നമ്മള് മുളക് ചതച്ച് ഇട്ടേക്കുന്നത് അതും എടുത്തിട്ടു. ഇതാണ് മുളക് ആ അതാ മുളക് ചതച്ചത്. പിന്നെ കുറച്ച് എണ്ണയല്ലേ അത് എണ്ണയല്ലേ? അതെ. ഓക്കെ, നമ്മൾ എണ്ണ ഇട്ടു. നമ്മൾ ഇതിനകത്ത് ശംഖുപുഷ്പം കൂടി ഇട്ടാണ് തിളപ്പിക്കുന്നത്. അപ്പൊ നീല ബിരിയാണി ആയിരിക്കും. എങ്ങനെ മനസ്സിലായി? ശംഖുപുഷ്പം നീല. ഇന്റലിജന്റ് ബോയ്. ഇല്ല, എനിക്ക് വീട്ടിൽ ഭാര്യ ചായ ഉണ്ടാക്കി തരാറുണ്ട്. ആണല്ലേ? നമ്മൾ ഇനി അടുത്തത് കുറച്ച് ശംഖുപുഷ്പം. അതെ, അതിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ ഈ പറഞ്ഞ കണക്ക് ഇത് ഹോളിക്കാണോ നമ്മൾ സംരക്ഷണം ചെയ്യുന്നത്? ഏതാ? ഹോളിക്കാണോ സംരക്ഷണം ചെയ്യുന്നത്? ഹോളി അങ്ങനെ കളർ കൂട്ടുന്നത് നമ്മളത് സ്പെഷ്യലായിട്ട് നമ്മുടെ തമാശ ആയിട്ടില്ല അല്ലേ? വണ്ടിക്കാശ് കൊടുത്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രൈ പാൻ എടുത്ത് വെക്കാം. റെഡിയല്ലേ? കത്തിച്ചോളൂ, ഉണ്ണിയോട് കത്തിച്ചോളൂ. പണി തുടങ്ങാം. പൊട്ടിയില്ല. നമ്മൾ ആക്ച്വലി ചെയ്തിരിക്കുന്നത് സവാള വേവിച്ച് വെച്ചിരിക്കുക. ലേശം ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, വേറെ ഒന്നുമില്ല. ഈ റോസ്റ്റ് ചെയ്ത് സമയം കളണ്ട. അപ്പോൾ ശകലം വെളിച്ചെണ്ണ ഇതിലോട്ടും കൂടെ ഒഴിക്കുക. ശ്രദ്ധിക്കുക. സാഹചര്യം അവിടെ അതേ സമയത്ത് തന്നെ 1 സ്പൂൺ, 2 സ്പൂൺ, 3 സ്പൂൺ, 4 സ്പൂൺ, 5. എണ്ണി പറഞ്ഞു തരും കേട്ടോ. 5 സ്പൂൺ എണ്ണ. ഓക്കെ, ഇതെന്താണ്? ആരോടും ചോദിക്കാതെ അത് നമുക്ക് ഇങ്ങനെ ആക്കണ്ട. എനിക്കറിയാൻ പാടില്ല. കുറച്ച് പുള്ളി ഇടുന്നതൊക്കെ കുറച്ച് ഞാൻ എടുത്തിട്ടാൽ മതി. അതെ, അതാണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോ പൈനാപ്പിൾ അല്ലേ? ഓക്കെ, പൈനാപ്പിൾ എടുത്തിട്ട് പൈനാപ്പിൾ എടുത്തിട്ടു. പൈനാപ്പിൾ എടുത്തിട്ടു. പിന്നെ കരിവേപ്പില കുറച്ചെടുത്തിട്ടു. ഇപ്പം ചെറിയുള്ളി നമ്മള് ചതച്ചോണ്ടിരിക്കുകയാണ്. ചതച്ചോണ്ട് ആക്ച്വലി കുറച്ച് പ്രൊഫഷണൽ ആണ്. അതെ, ഇവിടുത്തെ രീതിയും ഒക്കെ ഭയങ്കര. എനിക്ക് വീട്ടില് കഞ്ഞിവെപ്പാണെന്ന് അല്ല, നന്നായിട്ട് വീട്ടില് ഹെൽപ്പൊക്കെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അതെ, പിന്നെ ഇതാ ഇപ്പൊ എടുത്തിട്ട് പതുക്കെ ഇതൊക്കെ പറഞ്ഞിട്ടിട്. ഞാൻ തിരിയുമ്പോഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെന്ന് കഴിയുമ്പോഴത്തേക്ക് മറന്നു ഇതെന്തായിട്ടാണ്. ഇത് സവാള മറ്റേ പോലെ ആക്കിയ സംഭവം എടുത്തിട്ടിടുന്നു. 2 തവി എന്നല്ലേ പറഞ്ഞേ? പിന്നെ 1 തവി എന്നല്ലേ പിടിക്കുന്നേ? 2 തവി സവാള. ആയിക്കോട്ടെ, അങ്ങനെ ഉദ്ദേശിച്ചു. സവാള ലേശം ഇതെന്താണെന്ന് മനസ്സിലായി? സാജേട്ടാ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കാന്താരിയാണ്. ഇതെടുത്തിട്ട് വൃത്തിയായിട്ട് കൈ കഴുകിയിട്ട് കണ്ണ്, മൂക്ക്, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോവാകും. പിന്നെ കുറച്ച് നേരത്തേക്ക് കണ്ണ്, മൂക്ക്, ബാക്കി ഡാഷ്. പുളിവെള്ളം. ഓക്കെ, പുളിവെള്ളം നമ്മൾ എടുത്തിട്ടു കേട്ടോ. അത് ഇത്ര അതിന്റെ വെള്ളം മാത്രമാണ്. അപ്പൊ നമ്മൾ ഇത് രണ്ടും റോസ്റ്റ് പരുവത്തിലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാ അത് അല്ല, കേടല്ലല്ലോ. കേടിതല്ലേ? ഇത് തേങ്ങാപ്പാലല്ലേ? തേങ്ങാപ്പാലല്ലേ? അതെ അതെ. തേങ്ങാപ്പാല് ഒരു ഇച്ചിരി 2 സ്പൂൺ. ഓക്കെ, കമ്മഴ്ത്തിയത്. അപ്പോൾ ബിരിയാണി മസാല നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ദം ഇടാൻ പോവാണ്. ഓക്കെ, ഇനി അങ്ങോട്ട് എടുത്ത് വെക്കുക. ദം ഇടാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് വെച്ചു. ഇവിടെ വെക്കാം. ഓക്കെ, നമ്മൾ അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ശകലം അതിലേക്ക് നമ്മൾ നമ്മുടെ മസാല ഇടുന്നു. പിന്നെ നമ്മൾ എടുത്തിട്ട് അങ്ങോട്ടേക്ക് ഇടുന്നു അല്ലേ? അത് മൊത്തം ഒഴിക്കോ? പിടിച്ചോളൂ കുട്ടിയെ. പിടിച്ചു. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് എണ്ണയിലോട്ട് നമ്മൾ പിന്നെ നമ്മള് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന മസാല ഇടുന്നു. ദം ഇടാൻ പോവാണ്. ചെറിയൊരു ബിരിയാണി. ഓക്കെ, അതിന് ശേഷം നമ്മൾ ദം ഇടാൻ പോവാണ്. എല്ലാം നന്നായിട്ട് പരത്തിയിട്ടുണ്ട്.
ഓക്കെ ഓക്കെ ഇനി തന്നോളൂ. താങ്ക് യു. വെൽക്കം. എന്താ ശബ്ദം? പിടിക്കാൻ മോളെ. ഓക്കെ പിടിക്കാം. ആ നമ്മള് ഉപ്പുമാവല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇത് ചുമ്മായിട്ട് കിണ്ടണ്ട. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പരത്തി വെക്കുക. അതാ പാട്ടിനകത്ത് കിണ്ടാണ്ടെന്ന് പറഞ്ഞ കാരണം അങ്ങനെ. അത് രണ്ടൊരു പാട്ട് പാടിയാ നോക്കട്ടെ. പാടും. ആ കിണ്ടാതെ പാടിയാ മതി. ഞാനാ ഞാൻ പാടിക്കഴിഞ്ഞാൽ ആമിത്താത്തന്റെ പാട്ട്. ആമിത്താത്തന്റെ പാട്ട്. ആമിനത്താത്തനെ പറ്റിയിട്ട് സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട്. ആ പാടിക്കും. ബ്ലസ്സിയുടെ ഒരു പടത്തില്. ആ ആരും അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. ഉണ്ട്. അറിയില്ല. പഠിക്കും. അണ്ണാറക്കണ്ണ എന്നുള്ള പാട്ട് പാടി. ആ പാട്. അതാണോ? ആ പാട്. അണ്ണാര കണ്ണാവ വാല ചെങ്ങാത്തം കൂടാൻ വാ കൂടാൻ മൂവാണ്ടൻ മൂവാണ്ടേ വാ വാ ഒരു പുന്നാരത്തേൻ പഴം താത്ത ഓ താത്ത. അതൊരു ബ്രില്യന്റ് സംഭവമായിരുന്നു. എങ്ങനെ ഓക്കെ, നമ്മളപ്പോ ഇനി അടുത്ത നമ്മുടെ എന്താണ് ഇനി നമ്മൾ ദമ്മിടാൻ പോവാണ്. Okay, ദമ്മിടാൻ Are you ready? റെഡി. Okay. we are ready. With a bunch of coconuts, I am going to introduce. തോന്നല. ശ്രദ്ധിച്ചോണേ. ആ റൈസ് ഇടുന്നേ കേട്ടോ. ഇത് വേണോ? ധൈര്യത്തിന് ഇടണ്ടേ. റൈസ് നല്ല നീല കളറായിട്ടല്ലേ, നല്ല രസമുണ്ട്. നീല റൈസ് ബിരിയാണി, എൻ്റെ നീല റൈസ് ബിരിയാണി, നളനുണ്ടാക്കിയ നല്ല ടേസ്റ്റുള്ള നീല ബിരിയാണി. ഓ, ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇന്ന് പ്ലേ ചെയ്യാൻ പോകുന്നത്. അല്ലേ നല്ല രസമുണ്ട് കേട്ടോ. അല്ലേ അത് പൊക്കി. വാഴയില ആ വെച്ചോ. അപ്പൊ ഇതിവിടെ വെച്ചു. ഇത് വേണം. ഇത് കെട്ടാൻ വേണ്ടിട്ടാ. നമ്മൾ ദമ്മ് കെട്ടിയതിന് ശേഷം നമുക്ക് ഇഡലി കുട്ടത്തിൽ വെച്ച് ഒന്ന് പുഴുങ്ങാം, ബോയിൽ ചെയ്യാം, ദമ്മിടാം. ആ ഭംഗി. ഓക്കെ, നമ്മള് ഇതിന്റെ ഒരു ഷോട്ട് എടുത്ത് വെച്ചു, പിന്നെ കിട്ടത്തില്ല. നല്ല മണം കേട്ടോ. അല്ലേ എന്താ മോനെ. ഓക്കെ, ഇതെന്നാ സാധനം? പനിനീര്. പനിനീരല്ലല്ലോ. യെസ്, റോസ് വാട്ടർ എന്ന് പറയും. ഇതാ നോക്കണം. ഇവിടെ തളിയാതെ പനിനീര്. നമുക്ക് ഇതൊരു നല്ലൊരു സ്മെൽ ആൻഡ് ഓർഡറിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഉപയോഗിച്ചോളൂ. ഞാൻ അടിച്ച കൂടിപ്പോയെന്ന് വരാതെ പറഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അതെ. രണ്ടാമത്തെ രണ്ട്. അപ്പൊ ഞാൻ എടുത്ത് നോക്കട്ടെ. അതെ. നമ്മുടെ ഷെഫിന്റെ ദൈവമേ പ്രോപ്പറായിട്ട്. പക്ഷെ ഇത് അപ്പൊ ഞാൻ റിസ്ക് എടുക്കാൻ കേട്ടോ. പക്ഷെ ഞാൻ ഓക്കെ റെഡി. അടുത്തത് സായച്ചേട്ടന്റെ നമ്മുടെ സ്പെഷ്യൽ പറയൂ, വാഴക്കൂമ്പ് പ്രോൺസ് ബിരിയാണി ഇംഗ്ലീഷിൽ സെറ്റ് ആയിട്ടുണ്ട്. ബനാന ബ്ലോസം പ്രോൺസ് ബിരിയാണി. ഓക്കെ, അപ്പൊ നമ്മളുടെ സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണി, വാഴക്കൂമ്പ് പ്രോൺസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് തിന്ന് നോക്കണ്ടേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ശരി, നമ്മള് കഴിക്കുന്ന പരിപാടിയിലേക്ക് നീങ്ങാം. നമ്മൾ ലേശം ഷെഫിന്റെ ചമ്മന്തി പറ്റി കേട്ടിട്ടുണ്ടോ? ഇത് എന്ത് ചമ്മന്തിയാ? തേങ്ങ ചമ്മന്തി കണ്ടറിഞ്ഞൂടെ? അല്ല, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഷെഫ് ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും ഇതിന്റെ അകത്ത് കൂട്ടുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ലേശം ചമ്മന്തി മിക്സ് ചെയ്തു. നമ്മുടെ പ്രോൺസ് ബിരിയാണി റെഡിയാണ്. വാഴക്കൂമ്പ് നേഹ വെയിറ്റ് ചെയ്യാണ്. അതെന്ത് പരിപാടിയാണ്. ഇത് അടിപൊളിയായിട്ടുണ്ട്. എന്റെ എന്താവുമോ എന്റെ മനസ്സിലൊരിതുണ്ട്, അടിപൊളിയായിരിക്കും. സൂപ്പർ ആയിരിക്കും. എനിക്ക് മനസ്സിലുള്ള വിശ്വാസമുണ്ട്. മോശമായിട്ടില്ല. ആയിക്കോട്ടെ. അപേക്ഷാ ഫോം എന്ന് തരണം.
നമുക്ക് ഇങ്ങനെ ജീവിച്ചൂടെ കുക്കിംഗ് മിമിക്രി ഒക്കെ ആയിട്ട്. പ്രോൺസ് ഒക്കെ ഭയങ്കര മസാലയുടെ ഒരു സീക്രട്ട് അല്ലേ, ക്രിസ്പി ആൻഡ് കെട്ടഴിക്കും. ഓക്കെ. ഞങ്ങൾ കെട്ടഴിക്കാൻ പാടില്ല, കാരണം ഞങ്ങൾ കെട്ടിയ ആൾക്കാരല്ലേ. അതെ. ഓ മൈ ഗോഡ്. കൂമ്പോട് കൂടി നമ്മൾ എടുത്തു വെച്ചു. അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ എന്നിട്ട് പ്രോൺസ് കടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു അല്ലേ ഒരു ഭംഗിയുണ്ട്. ആദ്യം ആദ്യ ഷെഫിന് എങ്ങനെയുണ്ട്? എന്റെ റെസിപ്പിയാണ് ഞാൻ പറയല്ലേ, ഉഗ്രനായിട്ട് സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ അല്ലേ? അടിപൊളി, നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ആക്ച്വലി സാഹചര്യം കഴിച്ചു നോക്കിയോ? സത്യം, സാഹചര്യം സ്വന്തം കഴിച്ചു നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടും കഴിച്ചിട്ട് എനിക്ക് ഏതാ ബെറ്റർ എന്ന് തീരുമാനിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ. അല്ല, എപ്പോഴും നമ്മള് വന്നവരെ അതിഥി ദേവവും അങ്ങനെ. പക്ഷെ രണ്ടുപേരുടെയും ബിരിയാണി ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇലയിട്ട് നമുക്ക് നോക്കിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സെയിം നമ്മുടെ ഷെഫ് നളന്റെ തന്നെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ രണ്ടും അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ശരിക്കും ഇവരോട് ട്രൈ ചെയ്യാൻ നോക്കാൻ വേണ്ടി ഒന്ന് പറ, കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. താങ്ക് യു. വീട്ടിൽ നിങ്ങളെ മസാലകൾ മിക്സ് ചെയ്യുക, അതല്ല കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക, പറഞ്ഞു തരും. അതെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വാഴക്കൂമ്പ് പ്രോൺസ് ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങളോട് രണ്ടുപേരോട് എനിക്ക് ചോദിക്കാറുണ്ട്, നമ്മുടെ ഗ്രാൻഡ് ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് കുക്കോ കുക്ക് ആയിരുന്നല്ലോ, അപ്പൊ എന്താണ് സാർ ചേട്ടന് തോന്നുന്നത്, എന്താണ് തോന്നുന്നത് ഈ നമ്മുടെ ഷോനെ പറ്റി? ഞാൻ ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടൊരു ഷോ ആയിട്ട് തോന്നി. കാരണം സാധാരണ ഞാൻ കുക്കറി ഷോ എന്ന് പറയുമ്പോൾ ഇവിടെ വരിക, നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക, പിന്നെ ഷെഫ് ചെയ്യുക, നമ്മളെന്തെങ്കിലും തമാശകളൊക്കെ പറയാം, അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് വരുന്ന ആർട്ടിസ്റ്റിനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് പണിയെടുപ്പിച്ച് അത് കറക്റ്റായിട്ട് പണിയെടുപ്പിച്ചു. അതെ അതെ, അത് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് നന്നായി എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. അത് ഇതിനുള്ള അവസരം ഒരുക്കി തന്നതിന് അതുപോലെ ഞങ്ങളുടെ ഈ വളിപ്പുകളൊക്കെ കേട്ടിരുന്നതിന് വളരെ നന്ദി. പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദി. അപ്പൊ നമ്മുടെ ഇന്ന് കുക്കിങ്ങിൽ നമ്മളെ അങ്ങോട്ട് അത്ഭുതപ്പെടുത്തിയ സാധിച്ചേട്ടൻ നമ്മുടെ സ്വന്തം ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ മേജറിന്റെ ഇടിയപ്പൊടിയാണ്. അപ്പം ഇത് വെച്ച് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇടിയപ്പം ഉണ്ടാക്കാം, ഭയങ്കര സിമ്പിൾ ആയിട്ട്. അപ്പൊ വീട്ടിൽ പോയി ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭാര്യ അങ്ങോട്ട് ഞെട്ടണം. അതാണ് നമ്മുടെ അല്ലേ, ഇത് കൊടുത്താൽ രണ്ടിടി കൊടുക്കുക, അപ്പ് കിട്ടും. അതാണ് അതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഭരണി അച്ചാറുണ്ട്. ഇത് അടിപൊളി അച്ചാറാണ്. നമുക്ക് ചോറിൻ്റെ കൂടി ഇത് മാത്രം കഴിച്ചാൽ മതി, വേറെ ഒന്നും കഴിക്കണം തന്നെ ഇല്ല. അപ്പൊ ഇത് നമ്മുടെ വൈഫിന് കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ പറയണം അടിപൊളി അച്ചാറാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒത്തിരി അധികം തമാശകളും ഒത്തിരി അധികം ചളികളും നമ്മൾ വാരി എതിറിയിട്ടുണ്ട്. ഒത്തിരി അധികം നമ്മൾ മിമിക്രി ചെയ്തു, പാട്ട് പാടി, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ അതായിരുന്നു നമ്മുടെ മെയിൻ. നമ്മുടെ ഒരു സൂപ്പർ ഡിഷ്, നമ്മുടെ വാഴക്കൂമ്പ് പ്രോൺസ് ബിരിയാണി നമ്മൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. എന്തായാലും തുടർന്നുള്ള എപ്പിസോഡ്സിൽ നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാവില്ലേ, വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വേണം, അതാണ് നമ്മുടെ മെയിൻ. അതുപോലെ തമാശകളും എല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള നമ്മുടെ എപ്പിസോഡ്സ് ഇനി വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മുടെ കൂടെ ഈ ജേർണിയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഒരു കാര്യം, ഈ ചമ്മന്തിയെ പറ്റി ചോദിച്ചായിരുന്നു. അത് നമുക്ക് പറയണ്ടേ, നമ്മൾ ഇതിന്റെ കൂടെ ഉണ്ടാക്കിയ ഒരു ചമ്മന്തിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോകാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒത്തിരി അധികം നന്ദിയുണ്ട്. ആൻഡ് സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ, സാജു കൊടിയൻ. അച്ചാ.